സത്യത്തിൽ വിവാഹത്തിന് അമ്മാവന്മാർ ഒരു പ്രശ്നക്കാരാണോ? പിന്നെ ഈ ക്യാമറ എടുക്കാനെന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് വരാനൊന്നും ഞാൻ സമ്മതിക്കത്തില്ല കേട്ടാ. നിങ്ങൾ തന്നെ പറഞ്ഞോണം. അവസാനം ശാന്തി അത് പറഞ്ഞു ഇത് പറഞ്ഞു പറഞ്ഞ് എന്റെ നെഞ്ചത്തോട്ട് കയറാൻ വന്നേക്കരുത്. ഇതിന് ബേസിക് ആയിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് മുതിർന്നവർക്ക് ഒരു പരിഗണന കൊടുക്കാത്തതാണ്. 1 വീക്ക് മുന്നേ ആയോ അതുമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രീ വെഡിങ് നടക്കുന്ന ദിവസം നമ്മളൊരു 20 മിനിറ്റ് മാറ്റി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം നമുക്ക് കണ്ടെത്താം. നിങ്ങളുടെ വെഡിങ് കോർഡിനേറ്റ് ചെയ്യുന്ന വെഡിങ് പ്ലാനേഴ്സ്, അതുമല്ലെന്നുണ്ടെങ്കിൽ കാറ്റേഴ്സ്, ഫോട്ടോഗ്രാഫേഴ്സ്, അതുപോലെ ഡെക്കറേറ്റേഴ്സ്, ഇവരെല്ലാം ഇൻക്ലൂഡ് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ സൈഡിൽ നിന്ന് നിങ്ങളുടെ റിലേറ്റീവ്സ്, അതുപോലെ നിങ്ങളുടെ അമ്മാവന്മാരുണ്ടെങ്കിൽ അമ്മാവന്മാർ, ചേട്ടൻ, ചേച്ചി, അങ്ങനെ നമ്മളായിട്ട് അടുത്ത് നിൽക്കുന്ന, അതായത് സ്റ്റേജിൽ പ്രസൻസ് അറിയിക്കുന്ന ആളുകളെ നമുക്ക് ഈ ഒരു മീറ്റിങ്ങിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഇവരെല്ലാവരെയും ഉൾപ്പെടുത്തി നമുക്കൊരു ഡിസ്കഷൻ നടത്താം. അതായത് എന്തൊക്കെയാണ് A to Z, രാവിലെ എത്ര മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്, തിരിച്ച് എത്ര മണിക്കാണ് വീട്ടിലേക്ക് വരേണ്ടത്, അതുപോലെ തന്നെ എത്ര മണിക്ക് നമുക്ക് ഫോട്ടോഗ്രാഫേഴ്സിന് സമയം കൊടുക്കാം, അല്ലെങ്കിൽ കപ്പിൾ ഷൂട്ടിന് എത്ര സമയം കൊടുക്കാം, അതിനൊരു ടൈം ലിമിറ്റ് ഉണ്ടെങ്കിൽ അങ്ങനെ. ചില ആൾക്കാർക്ക് ഇറങ്ങുന്നതിനൊരു ടൈം ലിമിറ്റൊക്കെ ഉണ്ടാകും. അപ്പോൾ അതൊക്കെയാണ് കൂടുതലും ഈ അമ്മാവന്മാരെയൊക്കെ അവരുടെയൊക്കെ മനസ്സിലുണ്ടാകുന്ന. അവർക്ക് സമയത്തിന് കയറണം, അല്ലെങ്കിൽ ചിലപ്പം ജോൽസിനൊരു ടൈം കുറിച്ച് കൊടുത്തിട്ടുണ്ടാവും. ആ സമയത്തിന് അവർക്ക് വീട്ടിൽ കയറേണ്ടതായിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഓഡിറ്റോറിയത്തിൽ നിന്ന് ഇറങ്ങേണ്ടതായിട്ടുണ്ടാവും. അതുമല്ല എന്നുണ്ടെങ്കിൽ മുഹൂർത്തം ടൈമുണ്ട്. അപ്പം പലപ്പോഴും ഞാനും ശ്രദ്ധിച്ചിട്ടുണ്ട്, ഫോട്ടോഗ്രാഫേഴ്സ് ആണെങ്കിലും ഒരു ടൈം അവർക്ക് കീപ്പ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് അവരെ കുറ്റം പറയുന്നതല്ല, അവർക്കും നല്ല ഫോട്ടോസ് എടുക്കാനുള്ള ഒരു ധൃതിക്കിടയിൽ അവരെപ്പോഴും അവരുടെ ടൈമും കാര്യങ്ങളും ഒക്കെ കീപ്പ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഡിസ്കഷൻ വരുന്ന സമയത്ത് ഫോട്ടോഗ്രാഫേഴ്സിന് ഒരു ബോധം ഉണ്ടാവും, ഇത്ര മണിക്ക് നമുക്ക് ഫോട്ടോ എടുത്ത് തീർക്കണം. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മേക്കപ്പ് ആർട്ടിസ്റ്റിനെയും കൂടെ നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നന്നായിരിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ എത്ര മണിക്കാണ് മേക്കപ്പ് കഴിയുന്നത്, അപ്പോൾ ആ ഒരു ടൈമും കാര്യങ്ങളൊക്കെ ഈ ഒരു മീറ്റിങ്ങിൽ അവതരിപ്പിക്കുക. അപ്പോൾ അത് കഴിയുന്നത് മുതൽ ഫോട്ടോഗ്രാഫേഴ്സ് എത്ര മണിക്ക് സ്റ്റാർട്ട് ചെയ്യണം, ഫോട്ടോഗ്രാഫി സ്റ്റാർട്ട് ചെയ്യുന്നത് എത്ര മണിയാണ്, അപ്പോൾ ആ സമയം കറക്റ്റായിട്ട് വയ്ക്കുക. അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും A to Z കാര്യങ്ങൾ എല്ലാവരുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ധാരണയിലെത്തുക. ഇപ്പോൾ അവിടെ പ്രശ്നം ഉണ്ടാകുന്ന അമ്മാവന്മാരുടെയൊക്കെ പ്രശ്നം അവർക്കറിയില്ല. നമ്മൾ ഇത്രയും കാശ് മുടക്കി വലിയ പ്രൊഫഷണൽസ് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫേഴ്സിനെയൊക്കെ കൊണ്ടുവന്ന് നമ്മൾ ഈ ഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് അവർക്ക് ടൈം കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും കിട്ടില്ല എന്നുള്ള കാര്യം അവർക്കും അതിനെക്കുറിച്ചൊരു ധാരണ ഇല്ലാത്തതുകൊണ്ടാണ് പലപ്പോഴും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നത്തിന് ഒരു സിമ്പിളായിട്ട് ഒരു 20 മിനിറ്റ് മാക്സിമം, ഞാൻ ഈ പറയുന്ന 20 മിനിറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല, ഒരു 15 മിനിറ്റിൽ കറക്റ്റ് ഷെഡ്യൂൾ ചെയ്ത് അവരെ കാര്യങ്ങൾ ധരിപ്പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും, അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ടാവുന്ന സമയത്ത് അവർക്കൊരു ധാരണ ഉണ്ടാവും. ഈ ധാരണ ഉണ്ടായി കഴിഞ്ഞാൽ ഈ പ്രശ്നം സിമ്പിളായിട്ട് സോൾവ് ചെയ്യാം. കാരണം നമ്മൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഈ ഒരു പ്രശ്നത്തിന് നമ്മൾ നല്ലൊരു സൊല്യൂഷൻ നമ്മൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് സക്സസ് ആയതുകൊണ്ടാണ് ഞാൻ ഇതിപ്പോൾ ഇതിവിടെ പറയാൻ കാരണം.